വീക്കിലെ അൻസിബയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ടോപ്പിക് ശ്രീരേഖയാണ്. കഴിഞ്ഞ ആഴ്ച ശ്രീരേഖയുമായിട്ട് ഇവർ ഭയങ്കര കമ്പനിയായിരുന്നു. ശ്രീരേഖച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ആൾക്കാരായിരുന്നു രണ്ടുപേരും. പക്ഷേ ഈ ആഴ്ച വന്നപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറയുകയാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി ശ്രീരേഖയുടെ അടുത്ത് കട്ട കലിപ്പിലാണ് അൻസിബ. കാരണം മറ്റൊന്നുമല്ല, ഐസ്ക്രീം വിഷയമാണ്. ഐസ്ക്രീം വിഷയവുമായി ബന്ധപ്പെട്ട് നന്ദനയും ശ്രീരേഖയും തമ്മിൽ മുട്ടൻ വഴക്ക് നടന്ന സമയത്ത് അവിടെ ശ്രീരേഖയ്ക്ക് വേണ്ടി സംസാരിച്ച രണ്ട് വ്യക്തികളായിരുന്നു അൻസിബയും ഋഷിയും. നന്ദനയുടെ അടുത്ത് അവിടെ ഋഷി ചൂടാവുന്നത് പോലും ലൈവിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിച്ചു. അവിടെ ട്വിസ്റ്റ് സംഭവിക്കാനുള്ള കാരണം, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് അവിടെ ഈ ഐസ്ക്രീം വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ. അവരിരുന്ന് സംസാരിക്കുന്നതനുസരിച്ച് ആരാണ് ഐസ്ക്രീം എടുത്ത് കഴിച്ചത്, ആരാണ് കട്ടത് എന്നൊക്കെ ചോദിച്ച സമയത്ത് ശ്രീരേഖ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയും ഞാനാണ് എടുത്ത് കഴിച്ചത്, കക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയെന്ന് ചോദിച്ച സമയത്ത് അത് കഴിച്ച അൻസിബ ഉണ്ടായിരുന്നു എന്ന് അവിടെ എടുത്തു പറഞ്ഞു. അവിടെ ശ്രീരേഖ കഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് കണ്ടത് അൻസിബയാണത്രേ. അപ്പൊ അൻസിബനെ വിളിച്ചു കൊണ്ടുവന്ന് അൻസിബയ്ക്ക് കൊടുത്തു. അൻസിബ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ജിൻഡോ കയറി വരുന്നത്. അപ്പൊ ജിൻഡോയ്ക്കും കൂടി കൊടുക്കുക എന്ന് അൻസിബയാണ് പറഞ്ഞത്. അപ്പൊ അൻസിബ പറഞ്ഞതനുസരിച്ചാണ് ജിൻഡോയ്ക്ക് കൊടുത്തതെന്ന് അൻസിബ പറയുന്നുണ്ട്. പിന്നീട് ഋഷി വന്നപ്പോൾ ഋഷിക്കും കൊടുത്തു. ഇതാണ് ഉണ്ടായത്. അപ്പൊ അൻസിബയ്ക്ക് നല്ല കലിപ്പാണ് ഇപ്പോൾ ശ്രീരേഖയുടെ അടുത്ത്. കാരണം അവിടെ മോഷ്ടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇവര് മോഷ്ടിച്ചാണ് കഴിച്ചതെന്നും എനിക്കറിയില്ല. ഇവരിരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടു, വേഗം ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, കഴിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചു, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് ഇത് പവർ റൂമിന്റെ ഞാൻ എടുത്തതാണ്, എടുത്ത് കഴിക്കുകയാണെന്നുള്ളത്. പിന്നീട് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ ജിൻഡോ അതിലൂടെ പോകുന്ന കണ്ടപ്പോൾ ജിൻഡപ്പനും കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്പൂണ് ജിൻഡപ്പനെ കൊടുത്തു എന്നാണ് അവിടെ അൻസിബ പറയുന്നത്. പക്ഷേ മോഷ്ടിക്കാൻ ആരാ കൂടെ ഉണ്ടായിരുന്നെന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്ത് അൻസിബ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബയെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നാണ് അൻസിബ പറയുന്നത്. അപ്പോൾ ഒരു ഫേക്ക് ലേഡിയാണ് ശ്രീരേഖ എന്നാണ് അൻസിബ ഋഷിയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഋഷിയും അത് സമ്മതിക്കുന്നുണ്ട്. ശരിയാണ്, എനിക്ക് മനസ്സിലായി, നിനക്കത് നല്ല ദേഷ്യം വന്നു എന്ന് എനിക്ക് അന്ന് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് ഋഷി പറയുന്നുണ്ട്. പിന്നെ നന്ദനയുടെ ഭാഗത്തായിരുന്നു അന്ന് ന്യായം ഉണ്ടായിരുന്നത്. നന്ദന ഈ ഐസ്ക്രീം എന്തിനെടുത്തു എന്ന് ചോദിച്ചുള്ളൂ. അത് വളച്ചൊടിച്ചുകൊണ്ട് ഇത്രയും വലിയ വിഷയമാക്കി കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നത് അവിടെ ശ്രീരേഖയായിരുന്നു. ലാലേട്ടൻ പോലും അത് കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചത്, ഒരു ഐസ്ക്രീമിന് വേണ്ടി ഇത്രയും കരയേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ പോലും കളിയാക്കുകയായിരുന്നു എന്നാണ് അൻസിബയും ഋഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരേഖ ഒരു സൈക്കോളജി ഒക്കെ പഠിച്ചുകൊണ്ട് അവിടെ സൈക്കോളജിയുടെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നന്നായി അഭിനയിച്ച് തകർക്കുകയാണ് എന്നാണ് രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ എല്ലാവരുടെയും ലക്ഷ്യം ഈ ആഴ്ചയിലെ ശ്രീരേഖയുമാണ്. അപ്പൊ ശ്രീരേഖയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അൻസിബയും ഋഷിയും.